ഹലോ, ഉച്ചക്ക് എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ചിന്തിച്ചിരിക്കുമാണ് ഇക്കാക്ക ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നീ ജാനകി ഹോട്ടലിലെ കല്ലുമക്കായ് ബിരിയാണി കഴിച്ചിട്ടുണ്ടോന്ന്. ഞാൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഓൻ പറഞ്ഞ് നേരെ അന്ന് ഇങ്ങോട്ടേക്ക് പോരും. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഓനും എന്റെ ചങ്ങായിമാർ സ്ഥലം വിട്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഇലയിലും വെച്ച് സെറ്റാക്കി തന്നു. നമ്മളെ കല്ലുമക്കായ് ബിരിയാണി ഒരു ഇലയിലേക്ക് വിളമ്പി തന്നിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ആദ്യം നോക്കിയത് നമുക്ക് എത്ര പീസ് കല്ലുമക്കായ് കിട്ടിയിട്ടുണ്ടെന്നാണ്. 5 or 6 കല്ലുമക്കായ് പ്രതീക്ഷിച്ചത് നമുക്ക് ഏതാണ്ട് 15ഓളം കല്ലുമക്കായി അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതും തരക്കേടില്ലാത്തതാ ഈ വീഡിയോ കാണുന്ന പോലത്തെ വലുപ്പത്തിലുള്ള കല്ലുമക്കായാണ്. പിന്നെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇക്കാക്കും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരെനിക്ക് റെക്കമെൻഡ് ചെയ്തത്. ഇതിന് ഇവർ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതിത്തിരി കൂടുതലാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒട്ടുമല്ല. അത് ഞാൻ പറയാൻ കാരണം ഇതിനേക്കാളും പൈസ കൂട്ടിയിട്ട് ഇവിടുന്ന് കിട്ടുന്ന കല്ലുമക്കായിന്റെ പകുതി പോലും കിട്ടാണ്ട് നിരാശപ്പെട്ട് കഴിക്കേണ്ടി വന്നവന്റെ ഒരു അവസ്ഥ എനിക്കറിയാം. ആ ഒരു ഷോപ്പെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് വെർത്താണെന്നേ ഞാൻ പറയുള്ളൂ. പോരാത്തതിന് ഇവർ കോംപ്ലിമെന്ററി ആയിട്ട് പപ്പടവും പായസവും തരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ മസ്റ്റ് ട്രൈ വന്ന് എന്തായാലും കഴിച്ചു നോക്കണമെന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കല്ലുമക്കായ് ബിരിയാണി കഴിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തൂല. അതും ഇവിടുന്ന് കിട്ടുന്ന ആ പായസം ഉണ്ടല്ലോ, അത് വെറുതെ ഒരു പായസമല്ല, നല്ല അടിപൊളി ഗോതമ്പ പായസമാണ്. ഈ കാണുന്ന മൂപ്പരാണ് ഈ ഷോപ്പിന്റെ മുതലാളി പ്ലസ് ഓൾ ഇൻ ഓൾ. ഇവിടെ ഇത് മാത്രമല്ല, രാവിലെ ഒരു 7 മുതൽ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്ക് 60 രൂപക്ക് ഊണും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്ന നമ്മളെ പഴയ ബസ് സ്റ്റാൻഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനില്ലേ, അതിന്റെ ഒക്കെ പുറകു വശത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ ജാനകി ഹോട്ടൽ കാണാൻ സാധിക്കുക.